കാലിക്കറ്റിലെ 130ഓളം റൈഡേഴ്സുള്ളൊരു ക്ലബ്ബാണ് നമ്മുടെ കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള പല റൈഡുകളും അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ നിന്നും പല ഭാഗങ്ങളിലേക്കും റൈഡ് ചെയ്ത ആളുകളുമുണ്ട്. ഞാനും ക്ലബ്ബിലെ തന്നെ 2 സുഹൃത്തുക്കൾ അഭിനന്ദും ഷാനവാസ്കയും ഞങ്ങൾ 3 പേരും കൂടി 2 വർഷം മുന്നേ ഇവിടുന്ന് ഒരു ലഡാക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. 4200 കിലോമീറ്റർ ഏകദേശം 50 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. കർദുംഗ്ല പാസ് വരെ പോയി. കൊറോണ ടൈമിലായിരുന്നു പോയത്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എല്ലാവരും വഴിയിൽ നിന്ന് ഏകദേശം ഡെയിലി ഒരു 100-150 കിലോമീറ്റർ വെച്ച് റൈഡ് ചെയ്യും. ഓരോ സ്ഥലങ്ങളിൽ താമസിക്കും. ടെൻറ്റ് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഏകദേശം 14 സ്റ്റേറ്റുകൾ കവർ ചെയ്തു. 50 ദിവസം കൊണ്ടാണ് യാത്ര മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോഴും കുറേ സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടി. ഇവിടെ കേരളം മുതൽ കാശ്മീർ വരെ ഇഷ്ടംപോലെ സുഹൃത്തുക്കളായി. ഏകദേശം ഒരു 15 കിലോ കുറഞ്ഞു ഈ ഒരു റൈഡിൽ മാത്രം. ഇതൊരു ലോ ഇമ്പാക്റ്റ് എക്സർസൈസാണ്. എൻ്റെ കൂടെ വളരെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ എനിക്ക് 65 വയസ്സായി. ഏകദേശം 50 കിലോമീറ്ററാണ് എൻ്റെ റേഞ്ച് ഒരു ദിവസത്തെ. ഞാൻ ഇതുവരെ 32,000 കിലോമീറ്റർ കവർ ചെയ്തു. 2018 മുതൽ കോഴിക്കോട് പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് CBC. CBCയിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കൂട്ടായ്മയാണ്. പ്രായഭേദമന്യേ ഉള്ള ഒരു കൂട്ടായ്മയാണ് കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബ്. സൈക്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, സൈക്ലിങ്ങിനെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ്. നമ്മൾ സൈക്ലിങ്ങിൽ നമ്മുടെ ഹെൽത്തും കാര്യങ്ങൾക്കും ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഡിസ്റ്റൻസ് കവേർഡ്, ടൈം, അതുപോലെ ആവറേജ് സ്പീഡ്, കയറ്റം കയറുന്നതിൻ്റെ മീറ്റേഴ്സ്, അതായത് എലിവേഷൻ എന്നാണ് പറയുക, അതൊക്കെ ട്രാക്ക് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഇൻ്റർനാഷണലി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കമ്പനിയുടെ സ്ട്രാവ എന്നുള്ള ആപ്പ്. അത് നമ്മൾ ഫോണിലും അതുപോലെ തന്നെ ട്രാക്ക് ചെയ്യാൻ വാച്ച്, അതുപോലെ നമ്മുടെ സൈക്കിളിൽ വെക്കുന്ന ഒരു സൈക്ലിംഗ് കമ്പ്യൂട്ടറുണ്ട്, അതിലും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിലും GPS ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ക്ലബ്ബിൽ തന്നെ നടത്തിയ CPL ഇവൻ്റ് ഉണ്ട്, കഴിഞ്ഞ മന്ത് നടത്തിയതായിരുന്നു. ആ ഇവൻറ്റിലെ ലീഡർ ബോർഡും കാര്യങ്ങളും, അതായത് ഈ സ്ട്രാവയിൽ വീക്കിലി ആയിട്ടുള്ള നമുക്ക് ക്ലബ്ബിലെ ലീഡർ ബോർഡ് ചാർട്ടായിട്ട് നമുക്ക് ലഭിക്കും. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ടോപ്പ് ടു ബോട്ടം സോർട്ട് ചെയ്തിട്ട് ആരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മൾ ഈ ഇവൻറ്റിലേക്ക് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് വിന്നേഴ്സിനെയും ടോപ്പ് പെർഫോമറിനെയും ഒക്കെ അനൗൺസ് ചെയ്യുന്നത്.